ലോകത്തിലുള്ള അവിടെ ഇരിക്കുന്ന മൊത്തം ആളുകളുടെയും പിതാമഹന്മാർ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ മനസ്സിലാക്കിയത്. അന്ന് മുസ്ലിം ലീഗ് പടർന്ന് പന്തലിച്ച ഒരു വലിയ ശക്തിയായി. മാത്രമല്ല, അദ്ദേഹത്തിന് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വതന്ത്ര സമര സേനാനി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ താമ്രപത്രം ഓരോ സമരഘട്ടത്തിലും അദ്ദേഹം കിടക്കുന്നിടത്ത് വെക്കുമായിരുന്നു. അദ്ദേഹമാണ് മുസ്ലിം ലീഗിന്റെ വളണ്ടിയർ കോർ ഉണ്ടാക്കിയത്. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞു അവിടെയുണ്ട്. കുഞ്ഞു വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കുഞ്ഞുവിനെ വളണ്ടിയർ കോറിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം തലയിലൊരു പച്ച തൊപ്പി വെച്ചുപോയി. ഒരു പക്ഷേ കുഞ്ഞു പോലും മറന്നിട്ടുണ്ടാവും. ഏതാണ്ട് 35-40 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെയുള്ള മുസ്ലിം ലീഗിന്റെ സന്തതികളും അവരുടെ സന്തതികളുമാണ് ഈ GCCയുടെ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ ക്യാമ്പും ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ സ്വാഭാവികമായും മുസ്ലിം ലീഗിന് ചരിത്രപരമായി മുസ്ലിം ലീഗിന്റെ വളർന്നു വരുന്ന തലമുറയെ ലീഗ് എന്താണെന്ന് പഠിപ്പിക്കാനുള്ള ബാധ്യത മറ്റാരേക്കാളും ഈ പ്രദേശത്തുകാരായ GCCയുടെയും KMCCയുടെയും പ്രവർത്തകന്മാർക്കുണ്ട്. ആ കടമ നിങ്ങൾ നിറവേറ്റിയതിൽ വളരെ സന്തുഷ്ടനാണ് ഈ വിനീതനായ പ്രവർത്തകൻ. മറ്റൊന്ന് പറയാനുള്ളത്, പ്രിയപ്പെട്ട അൻവർ സാദാത്ത് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനോടനുബന്ധമായി ഇന്ത്യ രാജ്യം വിഭജിച്ചപ്പോൾ വിഭജനത്തിന്റെ മുഴുവൻ ഭാണ്ഡവും പേറേണ്ടി വന്ന മുസ്ലിം സമുദായത്തിന്റെ അസംഘടിതമായ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു വരച്ചു കാട്ടിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മലബാർ പോലുള്ള കേരളത്തിന്റെ പ്രദേശത്ത് ബഹുമാന്യരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും ഒന്നിച്ചു നിന്നപ്പോൾ മുസ്ലിം സമുദായം സാമൂഹ്യപരമായി സംഘടിക്കാനും സംഘടിത ബോധമുണ്ടാക്കാനും സംഘടിച്ചെങ്കിലേ ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്നൊരു ബോധ്യപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞത് കൊണ്ടാണ് മുസ്ലിം ലീഗ് മഹശക്തിയായി നമ്മുടെ പ്രദേശങ്ങളിൽ വളർന്നത്. അതുകൊണ്ടാണ് ഈ കാണുന്ന മുഴുവൻ പുരോഗതിയുടെയും പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്ന് ഭൂതകാലത്തെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ പോയ കാലത്തെക്കുറിച്ച് ആലോചിക്കാതെ മുസ്ലിം ലീഗിന്റെ പ്രാധാന്യവും പ്രത്യേകതയും ആർക്കും മനസ്സിലാകുകയില്ല. ഇന്ന് സൗകര്യത്തിന്റെ പുറത്താണ് മുസ്ലിം ലീഗിനെ കുറിച്ച് നാം സംസാരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അക്ഷരാഭ്യാസത്തിന് പരിസര പ്രദേശങ്ങളിൽ എവിടെയും ഒരു വിദ്യാലയം ഉണ്ടായിരുന്നില്ല. മഹാനായ PMSA പൂക്കോയ തങ്ങൾ, പ്രിയപ്പെട്ട ലുക്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തിയുടെ വല്യുപ്പ, അദ്ദേഹം സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. നമ്മുടെ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് ചർച്ച നടക്കുന്ന സാഹചര്യം, ആരും സ്കൂളിൽ പോവാത്ത സാഹചര്യം. അഭിവന്ദ്യനായ PMSA പൂക്കോയ തങ്ങൾ അന്ന് ഇല്ലൻഡിൽ ഒരു കത്തെഴുതി പ്രിയപ്പെട്ട CH പാരാമ്പാലം പോലുള്ള മഹാസമ്മേളനങ്ങളിൽ നിരവധി തവണ പറഞ്ഞതാണിത്. CHന് പ്രിയപ്പെട്ട തങ്ങൾ ഒരു കത്തെഴുതി, പ്രിയപ്പെട്ട CH, നമ്മുടെ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് പഠിക്കാൻ അവസരമുണ്ടാക്കുന്ന LP സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ ഉടനെ ഉണ്ടാവണം. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ആ ഇല്ലൻഡിലെ കത്ത് കിട്ടി ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് തൊട്ടടുത്ത ക്യാബിനറ്റിൽ ആ കത്ത് വെക്കുകയും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ മലബാർ പ്രദേശത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ 400 വിദ്യാലയങ്ങൾ പാസാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട പൂക്കോയ തങ്ങളുടെ അടുത്തേക്ക് വന്നത്. CH എല്ലാ സമ്മേളനങ്ങളും പറയുമായിരുന്നു, 4 മിനിറ്റ് കൊണ്ട് ഒരു ഇല്ലൻഡിൽ കത്തെഴുതി ജീവിതത്തിൽ ഒരാൾക്കും ചെയ്യാത്ത കാര്യമാണ് അഭിവന്ദരായ PMSA പൂക്കോയ തങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി 400 സ്കൂളുകൾ നടത്താൻ ഞങ്ങൾക്ക് ഉത്തരവ് നൽകിക്കൊണ്ട് ചെയ്തത് എന്ന് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വളരുന്ന തലമുറ മുസ്ലിം ലീഗിന്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് ഇന്ന് എത്തിപ്പെടേണ്ട സാഹചര്യങ്ങളിലേക്ക് വഴികാട്ടിയത് ആരാണ്? മുസ്ലിം ലീഗാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് പ്രിയമുള്ളവര്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും ക്ലാസ് എടുക്കാനും പ്രഗത്ഭമതികളായ ധാരാളം ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടും സർക്കാർ സംബന്ധമായ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടുമാണ് അഭിവന്ദനായ തങ്ങൾ ഉദ്ഘാടനത്തിന് മുമ്പ് അല്പം സമയം ചോദിച്ച് ഈ വിനീതൻ ഇവിടെ കയറിയെന്ന് എന്നെ ക്ഷണിച്ച ബഹുമാന്യരായ പ്രസ്ഥാന ബന്ധുക്കളോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കൺവെൻഷൻ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിരക്കിട്ട സമയത്തിലും ഈ പരിപാടിയുമായി പങ്കെടുത്ത് 2 വാക്ക് സംസാരിച്ച മുഹമ്മദ് കുട്ടി സാഹിബിന് പ്രത്യേകം കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നമ്മുടെ വേദിയിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാനായ ലുക്മാൻ ഹദ്ദാദ് തങ്ങൾ അവർകളെ വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെയുള്ള KMCCയുടെ GCC കമ്മിറ്റി
GCC പ്രവാസ കമ്മിറ്റി KMCCയും കൂടി കൂടിയിട്ടുള്ള ഇവിടെയുള്ള പ്രവർത്തകരുടെ ഒരുപാട് പരിപാടികൾ ഈ സമീപകാലത്ത് ഞാൻ സംബന്ധിക്കുകയുണ്ടായി. കുടിവെള്ള വിതരണം, അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ആദ്യമായി ഞാൻ അവരെ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മമ്മൂട്ടിയാക ആദവനാട് മമ്മൂട്ടി സാഹിബ് ഇവിടെ പറഞ്ഞതുപോലെ മടായി തങ്ങളാണ് നമ്മുടെ പാർട്ടിയെ ഈ പ്രദേശത്ത് പരിചയപ്പെടുത്തിയത്. ഞാനൊരു തങ്ങളാണ്, നിങ്ങൾക്കറിയാം. നിങ്ങൾ വിചാരിക്കും തങ്ങൾ അടുത്ത കാലത്ത് കുറ്റിപ്പുറം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പെട്ടെന്ന് വന്ന ആളാണ് എന്ന്. 2000 മുതൽ പരപ്പാര സിദ്ദീഖുമായി എനിക്കറിയാം. അന്ന് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്ന പരപ്പാര സിദ്ദീഖിനെ ആ കമ്മിറ്റി 2006 ആദ്യമായിട്ട് കുറ്റിപ്പുറത്ത് പ്രഖ്യാപിച്ച ആളാണ് ഞാൻ. 2008 നമ്മളെ പഞ്ചായത്തിൽ അറിയാലോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. അഷറഫ് അമ്പലത്തിങ്കൽ വന്ന് കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടാണ് കമ്മിറ്റിനെ പ്രഖ്യാപിച്ചത്. ബീരാമാഷ് പ്രസിഡന്റ്, പരപ്പാര സിദ്ദീഖ് സെക്രട്ടറി. 2006 ഇപ്പൊ തങ്ങന്മാര് എന്തെങ്കിലും ഒന്ന് കൊടുത്തതിന് പറക്കത്തുണ്ടാവും പറഞ്ഞ മാതിരി അതിന്റെ ശേഷം ആ പയ്യൻ അതിന് ഇറങ്ങിയിട്ടില്ല. അവൻ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ പോവാ. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോ ആരും പിടിച്ച് പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആക്കണ്ട, ഞാൻ ആരെങ്കിലും ആക്കാന്ന് വിചാരിച്ചു. ഇനി ഞാനൊന്നായോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മളെ കമ്മിറ്റി വന്നത്. അപ്പൊ ഞാൻ പ്രസിഡന്റ് ആയപ്പോ പിന്നെ എൻ്റെ ഒപ്പം സിദ്ദീഖ് കൂടി സെക്രട്ടറി ആയിട്ട്. അപ്പൊ നന്നായി പോണം, എല്ലാ കാര്യങ്ങളും നന്നായി പോണം. ഞാൻ നമ്മുടെ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളെ ഈ ഭാഗത്തുള്ള ആളുകൾ പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ, പോലീസ് സ്റ്റേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ സ്മൂത്തായി, വളരെ റാഹത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളെ മുമ്പിലുള്ളത് പാർട്ടിക്കാരാണ്. ഞാൻ ഇപ്പം ഇന്നലെ കാസർഗോഡ് നിന്ന് കണ്ണൂരൊക്കെ കടന്നു വന്ന ആളാണ്. നമ്മളവിടെയുള്ള പരാതികൾ എന്താ? റോഡിൻ്റെ പ്രശ്നം. മമ്മൂട്ടിയൊക്കെ പോയി വിടും. ഇനിയും നമ്മുടെ നാട്ടിൽ വികസനമില്ല, റോഡില്ല, പഞ്ചായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയും. മലപ്പുറത്ത് ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും മുസ്ലിം ലീഗ് പാർട്ടിയും. ഇവിടെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തത്. പക്ഷെ നമ്മളെ പാർട്ടി മലപ്പുറം ജില്ലയിലും കേരളത്തിലും ഏറ്റെടുക്കേണ്ടി വരുന്ന വെല്ലുവിളി വലുതാ. നമ്മളെ സമുദായത്തിൽ നിന്ന് തന്നെ നമ്മളെ പാർട്ടിക്കെതിരെയുള്ള നീക്കം, സമുദായ സംഘടനയിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ എതിർപ്പ്, ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമില്ലാത്തതുപോലെ മുസ്ലിം സമുദായത്തിന് ഒരു സംരക്ഷണം നേതൃത്വം നൽകിക്കൊണ്ട് സമുദായ സൗഹാർദ്ദത്തോടു കൂടി നീങ്ങും. അൻവർ സാദാത്ത് ഇവിടെ പ്രസംഗിച്ച് നിർത്തുമ്പോൾ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ചാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയിലെ നമ്മുടെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവനും ഹിന്ദുക്കളും BJPക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും 2,70,000 വോട്ട് അവർക്ക് കിട്ടും. വെറും 60,000 ചില്ലാനം വോട്ടിൽ ഒതുങ്ങിയിട്ട് അവിടെയുള്ള മതേതര ചിന്തയുള്ള ഹിന്ദുക്കളുടെ വോട്ടിനെ നമ്മളെ കൂടെ കൊണ്ടുവന്നു എന്നുള്ള, നമുക്കും കിട്ടിയിട്ടുണ്ടാവും, അടുത്ത വർഷത്തിനും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു മതേതര ചിന്താഗതി ഉണ്ടാക്കിയ പ്രവർത്തന പാരമ്പര്യം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ കാഴ്ചവെച്ചു എന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ന്യൂനപക്ഷ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന CPMന്റെ പാർട്ടിയുടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് മുസ്ലിം ധ്രുവീകരണം, മുസ്ലിം വർഗീയത ആണ് മലപ്പുറത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന്. നമ്മൾ എവിടൊക്കെയാണ് നിൽക്കുന്നത്? ആരോടൊക്കെയാണ് നമ്മൾ പോരാടേണ്ടത്? നമ്മുടെ സമുദായത്തിലുള്ള ഇതര സംഘടനകളുമായി മുസ്ലിം ലീഗിന് പിടിച്ചു നിൽക്കണം. ന്യൂനപക്ഷ സംരക്ഷകരെന്ന് വേഷം കെട്ടി നമ്മുടെ വിഭാഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഇടയിൽ നിൽക്കണം. വർഗീയവൽക്കരിച്ചുകൊണ്ട് നാടിനെ രണ്ടാക്കി കാണുന്ന BJP എന്ന മഹാവിപത്തിനെ നേരിടണം. അങ്ങനെ എല്ലാ ആളുകളെയും നേരിട്ടുകൊണ്ട് നീങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിന്റെ കാരണം ഞാൻ കണ്ടെത്തുന്നത് മഹാന്മാരായ ആളുകൾ, പഴയകാല നേതാക്കൾ, കൈലമില്ലത്ത് ഇസ്മായിൽ സാഹിബ്, ബാഫക്കി തങ്ങൾ, പാണക്കാട് പൂക്കോയ തങ്ങൾ, സീതി സാഹിബ്, ഉപ്പി സാഹിബ്, അതുപോലെയുള്ള മഹാന്മാരായ ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ സംഘടന ഈ കാറ്റിലും കൊടുങ്കാറ്റിലുമൊക്കെ പിടിച്ചു നിന്ന് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചെറിയ രീതിയിൽ ഞാൻ മനസ്സിലാക്കുകയാണ്.
ഞാൻ പറഞ്ഞു നേരത്തെ കണ്ണൂരിലുള്ള വികസനം, ഇവിടെ പാർട്ടി പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഇവിടെ റോഡിന്റെ കാര്യത്തിലും പഞ്ചായത്തിലും പല തലങ്ങളിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഇന്ന് വരെ ഒരു വികസന പ്രവർത്തനവും നടക്കാത്ത ഒരു സ്ഥലമാണ് കണ്ണൂർ. കണ്ണൂർ നമുക്കറിയാം CPM-ന്റെ കോട്ടയാണ്, CPM-ന്റെ കോട്ടക്കൊത്തളമ. ഇന്നും ദേശീയപാതയിൽ പോലും കുണ്ടും കുഴിയുള്ള ഒരു സ്ഥലം കാണണമെങ്കിൽ കണ്ണൂർ പോകണം. നമ്മുടെ ജില്ലയിലൊക്കെ റബ്ബറൈസ്ഡ് റോഡാണ്, നല്ല വൃത്തിയുള്ള റോഡാണ്. പഞ്ചായത്തുകളിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ റോഡുണ്ട്, മുഴുവനായിട്ടില്ലെങ്കിലും കുറെയൊക്കെ മനോഹരമാണ്. പക്ഷെ ഈ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ മോശം. കണ്ണൂര്, കൂത്തുപറമ്പ്, അതുപോലെ തന്നെ കാസർകോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പൊ അവിടെ പല വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. റിസൾട്ട് CPM-ന് അനുകൂലമായിട്ടാണ്. 4-3 CPM-നാണ് കിട്ടിയത്. അവിടെയുള്ള ആളുകൾ കമ്മ്യൂണിസത്തിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഞാൻ 1-2 ആളുകളോട് ചർച്ച ചെയ്തപ്പോൾ കുറെ ആളുകൾ പേടിച്ചുകൊണ്ടാണ് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. പാർട്ടി വിട്ടുകഴിഞ്ഞാൽ കയ്യോ കാലോ പോവും. പേടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരവസ്ഥയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളത്. പേടിപ്പിച്ച ആളുകളെ കൂട്ടുനിർത്തുന്നതിനാണല്ലോ നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. BJP-കാരനൊക്കെ പേടിയാണ് പാർട്ടി വിട്ട് പ്രവർത്തിക്കാൻ പോയാൽ അവർ കൊല്ലും. അങ്ങനെ കൊലപാതകം നടത്തിക്കൊണ്ട് ജനങ്ങളെ, ജീവിതത്തെ, അവരുടെ ജീവനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ CPM നടത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് മനസ്സിലായത്. പക്ഷെ നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, റമദാനാണ് വരുന്നത്, റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുക, ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, നാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക, ആത്മസമീപനം പാലിക്കുക, കലഹമുണ്ടാകാതിരിക്കുക, ഭിന്നത ഇല്ലാതാക്കുക എന്നുള്ള നല്ല രാഷ്ട്രീയ ബോധ്യ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശ രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ, ഒരു മറ്റുള്ള ആളുകളോടുള്ള അഭിപ്രായ ഭിന്നത കൊണ്ട്, രാഷ്ട്രീയം മറന്നുകൊണ്ട്, വ്യക്തിവിരോധം കൊണ്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന അവസ്ഥയില്ലാതിരിക്കാൻ. നമ്മുടെ പാർട്ടിയിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ പരിശോധിച്ചാൽ ആരും ലീഗിനോടുള്ള വിരോധം കൊണ്ട് പോയവരല്ല. വ്യക്തികളോട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ ഒക്കെ പാർട്ടി വിട്ടു പോയവരാണ്. പാർട്ടിന്റെ, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ആദർശത്തെ വിമർശിച്ചുകൊണ്ട് ഒരാൾക്കും പാർട്ടിയിൽ നിന്ന് പോകാൻ കഴിയുകയില്ല. താൽക്കാലികമായി അധികാരം കിട്ടാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ MLA സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിൽ മാത്രമാണ് പാർട്ടിയിൽ നിന്നും ആളുകൾ പോയിട്ടുള്ളത്, ലീഗിനെ കുറ്റം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ വെച്ച രാഷ്ട്രീയ ആദർശത്തിനെതിരെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട്, അത് പഠിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ ആളുകളോട്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട്, ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഈ യോഗത്തിൽ ഇതിന്റെ മുമ്പത്തെ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കേണ്ട KT ആസാദ്, തിരൂർ മണ്ഡലം മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് വേദിയിലുണ്ട്. അതിന് മുന്നോടിയായി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പരപ്പാര സിദ്ദീഖ് സാഹിബിനെ ആദരപൂർവ്വം ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഉപേക്ഷിതായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് ലുക്മാൻ തങ്ങൾ അവറുകളെ, പഞ്ചായത്ത് ബോർഡിന്റെ മുൻ പ്രസിഡന്റും നമ്മളെ പ്രിയങ്കരനുമായ മൊയ്തീൻകുട്ടി മാഷ്, നമ്മുടെ വാർഡ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജാബിർ മാഷ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറി MV ബീരാൻകുട്ടി സാഹിബ്, നമ്മുടെ എവരുടെയും പ്രിയങ്കരനായിരുന്ന നമ്മുടെ മർക്കസിന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന നമ്മുടെ പ്രിയങ്കരനായിരുന്ന മർഹൂം കുഞ്ഞിറ്റിയാജിയുടെ മോൻ KT ആസാദ് സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള മുസ്ലിം ലീഗിന്റെയും KMCC-യുടെയും യൂത്ത് ലീഗിന്റെയും MSF-ന്റെയും ഭാരവാഹികളെ, ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ കർമ്മനിരതരായ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട തങ്ങള് MLA ഉദ്ഘാടനം ചെയ്ത ഇന്നത്തെ ഈ ക്യാമ്പിൽ
വാർഡ് മുസ്ലിം കമ്മിറ്റിയും അതോടൊപ്പം തന്നെ KMCC പ്രവർത്തകരും വളരെ പ്രയാസപ്പെട്ട് സജീവമായ പ്രവർത്തനം നടത്തിയാണ് ഇന്നത്തെ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയം ചർച്ച ചെയ്തത് ഈ പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി ചാർജ് എടുത്തതിന് ശേഷം നമ്മുടെ തങ്ങളുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ സൗദത്തിൽ ചേർന്ന ഭാരവാഹികളുടെയും പ്രവർത്തക സമിതികളുടെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വാർഡ് തലങ്ങളിൽ, ശാഖാതലങ്ങളിൽ, മേഖലകളിലൊക്കെ ക്യാമ്പുകളും റിലീഫ് പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടി പ്രത്യേക മേഖലകൾ തെരഞ്ഞെടുത്തിരുന്നു. അതിൽ ഈ മേഖലയിൽ ഊരത്തുപള്ളിയിൽ വാർഡും അതോടൊപ്പം തന്നെ നരിക്കുളം വാർഡിന്റെയും ഭാഗം ചേർന്നുകൊണ്ടുള്ള ക്യാമ്പാണ് സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിച്ചിരുന്നത്. അതുപോലെ തന്നെ ഓരോ മേഖലയിലും റംസാന്റെ മുമ്പായിട്ട് ക്യാമ്പുകൾ തീർക്കാൻ നിർദ്ദേശം കൊടുത്തു. വളരെ കുറഞ്ഞ മേഖലയിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ജാബിർ മാഷുമായി പങ്കുവച്ചു. തീർച്ചയായും വളരെ അഭിനന്ദനാർഹമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, ഈ കഠിന ചൂടിലും കഠിന വേനലിലും നമ്മളെ പ്രവർത്തകരും നമ്മളെ കാരണവന്മാരും ഇങ്ങനെ ഈ സ്കൂളിൽ വലിയ ഒരു പന്തലൊരുക്കാതെ ഒരു ചെറിയ ലഘുവായ രീതിയിൽ ഒരു മൈക്ക സ്റ്റേജ് ഇതെല്ലാം നമ്മൾ വളരെ ചുരുങ്ങിയ ചെലവിൽ വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ ഇന്നിവിടെ ഉപേക്ഷിച്ചായിട്ടുള്ള നമ്മുടെ MSFന്റെ ദേശീയ സെക്രട്ടറി, മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കരീം സാഹിബ് ഉണ്ട് പ്രസംഗിക്കാൻ. വേദിയിൽ ഇനിയും ഒരുപാട് നേതാക്കൾ സംബന്ധിക്കാനുണ്ട്. ഞാൻ കൂടുതലായൊന്നും പറഞ്ഞില്ല. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റിപ്പുറം പഞ്ചായത്ത് നടുവട്ടം മേഖലയിൽ നേരത്തെ ഒന്നും പാർട്ടിക്ക് ഇത്ര സജീവമായ പങ്കാളിത്തമോ ഇത്രയും സംഘടിതമായ നീക്കണോ മുമ്പുണ്ടായിട്ടില്ല. അതിലപ്പുറം നടുവട്ടം വില്ലേജിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലീഡ് ചെയ്ത് നടുവട്ടം വില്ലേജിൽ നിന്നായിരുന്നു. ബഹുമാനോട്ട് തങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. സാധാരണ രീതിയിൽ നടുവട്ടം വില്ലേജിൽ പല ബൂത്തിൽ നമ്മൾ പിന്നിൽ പോകാറാണ്. പക്ഷേ കഴിഞ്ഞ തവണ 25 ബൂത്തിൽ നമുക്ക് ആകെ 11 ബൂത്താണുള്ളത്. ആ 11 ബൂത്തിൽ 9 ബൂത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ അസംബ്ലി വോട്ടിൽ നമ്മൾ ലീഡ് ചെയ്തു. സമദാനി സാഹിബ് മത്സരിച്ച സമയത്ത് പോലും ഒരു ബൂത്തിൽ മാത്രം 38 വോട്ടിനാണ് നമുക്ക് പിറകിൽ പോകാൻ കഴിഞ്ഞത്. അപ്പോൾ വലിയൊരു മുന്നേറ്റം സംഘടിതമായി നീക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടുവട്ടം വില്ലേജിൽ പ്രത്യേകിച്ച് മേഖലയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ മേഖല 2 ബൂത്ത് ഉണ്ടായിട്ടുണ്ട്. പകർന്നല്ലൂർ മൊയ്തീൻ മാഷ് പ്രതിദാനം ചെയ്യുന്ന മേഖലയിൽ 2 ബൂത്തുണ്ട്. അങ്ങനെ മാണിയങ്കാട് ബൂത്ത് സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പൊ രാങ്ങാട്ടൂർ 2 ബൂത്തുണ്ട്. ചെല്ലൂര് ബദർപള്ളി മദ്രസയിൽ ഒരു പുതിയ ബൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കോട്ടക്കൽ നിയോജകമണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബൂത്ത് ഉണ്ടായിരുന്നത് നമ്മളെ പഞ്ചായത്തായിരുന്നു. ഇത്തവണ 34 ബൂത്താ. ഏറ്റവും കൂടുതൽ ബൂത്തുള്ള പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ്. അപ്പൊ ഇവിടെയുള്ള പ്രവർത്തകര് ഇങ്ങനെ മേഖലാടിസ്ഥാനത്തിൽ യോഗം കൂടിയതും അതുപോലെ തന്നെ ക്യാമ്പ് സംഘടിപ്പിച്ചതും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഗുണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. 2 ബൂത്ത് ഹാൻഡിൽ ചെയ്യേണ്ട മേഖലയാണത്. ഈ 2 ബൂത്തിന് 2 ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി പ്രവർത്തിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരുന്നു. വോട്ട് ചേർക്കാനും പിന്നെ പരിശുദ്ധമായ റംസാൻ വളരെ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പാർട്ടി എല്ലാ വർഷവും നടത്തി വരാറുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ ഇപ്പൊ KMCCയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ. KMCCയുടെയും പാർട്ടിയുടെയും നേതാക്കന്മാർ സംഘടിപ്പിക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പോ KMCCയുടെ നേതൃത്വത്തിൽ അവർ മരുഭൂമിയിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ പാർട്ടിക്കും നാട്ടിലെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, പെൻഷനുകൾ, കുടിവെള്ള വിതരണങ്ങൾ, അങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ നമ്മൾ ഊരത്തുപള്ളിയെ നടപ്പിലാക്കി. ഇവിടെ മൊയ്തീൻ സാഹിബൊക്കെ ഉണ്ട്, നമ്മൾ കൂടുതലൊന്നും പറഞ്ഞില്ല. കാരണം ഇവിടെ പെൻഷൻ വിതരണം ഉണ്ട്. അത് സ്ഥായിയായ ഒരു സംവിധാനമാക്കി മാറ്റുമ്പോൾ തീർച്ചയായും അതിന്റെ ഗുണം പാർട്ടിക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പരലോകത്തു നിന്നും അതിനുവേണ്ടി സഹായിക്കുന്ന നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടാവും. അപ്പൊ അത്രയും പ്രവർത്തനങ്ങളാണുള്ളത്. ഇന്ന് രാഷ്ട്രീയപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിവിടെ ക്യാമ്പ് നടത്തുമ്പോഴും നമ്മളിവിടെ പരിപാടി സംഘടിപ്പിക്കുമ്പോഴൊക്കെ ഒരു പറ്റം ചെറുപ്പക്കാർ വെയിറ്റ് ഷെഡിൽ ഇരുന്ന് വൈകുന്നേരമാക്കുന്നുണ്ടാവും, ഒരു ക്ലബിലിരുന്ന് ക്യാരംസ് കളിക്കുന്നുണ്ടാവും, വൈകുന്നേരം വരെ ടെലിവിഷൻ കാണുന്ന ആളുകളുണ്ടാവും. പക്ഷെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകളെ, സമൂഹത്തിലെ വിദ്യാഭ്യാസം നേടിക്കൊടുക്കേണ്ട സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മഹല്ല് കമ്മിറ്റികളിലായാലും ശരി, നമ്മുടെ താഴെത്തട്ടിലെ കുടുംബങ്ങളിലായാലും ശരി, ഏത് മേഖലയിലും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയതുകൊണ്ട് നമ്മളെ പ്രവർത്തനം നിലക്കുന്നില്ല. അത് കവർ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇപ്പോ നമ്മള് ഒരു പക്ഷേ 3 തവണ ഊരത്തുപള്ളി വാർഡ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊരു തിരിഞ്ഞു നോക്കലിന്റെ ഭാഗമായിട്ടല്ല, പക്ഷെ സംഘടിതമായി നീങ്ങിയാൽ, ഒരു മനസ്സോടെ യോജിപ്പിൽ നീങ്ങിയാൽ
തീർച്ചയായും ആ പരാജയങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അതൊന്നൊരു വിഷയമാക്കി എടുക്കേണ്ട. തെരഞ്ഞെടുപ്പ് മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ വികസന കാര്യങ്ങൾ വാർഡ് മുസ്ലിം ലീഗിന്റെ ജാബിർ മാഷിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ മുമ്പാകെ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും പ്രയോറിറ്റി ഇട്ട് ചെയ്യണം. നമുക്കറിയാം, ഈ മേഖലയിൽ നമ്മൾ വാർഡ് പരാജയപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ. ഇടതുപക്ഷത്തിന്റെ MLA ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. ഇടതുപക്ഷത്തിന് ബ്ലോക്ക് മെമ്പർ ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് 3 പ്രാവശ്യം ഇവിടെ ഇടതുപക്ഷത്തിന് മെമ്പർ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ പകുതി ഭാഗം ഭാഗം പോലെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ MLA സമദാനി സാഹിബ് ഇവിടെ ഈ മേഖലയിൽ വികസനം എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ വികസനം എത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറെ വികസനം എത്തിയിട്ടുണ്ട്. നമ്മുടെ MP E.T. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ വികസനം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് 2006 അധികാരത്തിൽ വന്നപ്പോ വികസനം ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പരാജയപ്പെടുത്തിയപ്പോ ഇവിടെ പല കുടുംബ സദസ്സുകളിലും പല മീറ്റിങ്ങുകളിലും LDF-ന്റെ ഗവൺമെന്റ് വന്നാൽ, LDF-ന്റെ MLA ജയിച്ചാൽ പല മേഖലയിലും കോൺക്രീറ്റ് റോഡുകളും പല മേഖലകളിലും നടപ്പാതകൾ നിർമ്മിക്കാമെന്ന് അവർ പല വാഗ്ദാനം നൽകി കുറെ വോട്ട് തട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു നടപ്പാത പോലും അവർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം 2011 വന്ന തെരഞ്ഞെടുപ്പില് സമദാനി സാഹിബ് ജയിച്ചപ്പോ നമുക്ക് റോഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ധാരാളം പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പൊ നമ്മൾ ഹൗസ് കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്ന പദ്ധതി, ജലനിധി പദ്ധതി, നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് വന്ന പദ്ധതിയാണ്. പണമടച്ച ആളുകൾക്കൊക്കെ വെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ്. അത് ഭാഗികമായി പുരോഗമിക്കുന്നുള്ളതിന്റെ പ്രവർത്തനങ്ങൾ. 4000-ഓളം കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയതാ. ഇടതുപക്ഷം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബാനർ തൂക്കി. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മൊയ്തീൻ മാഷ് നേതൃത്വം കൊടുക്കുന്ന വാർഡിൽ ഫ്ലക്സ് തൂക്കിയിരുന്നു. UDF-ന്റെ ഭരണസമിതി ജലനിധിയുടെ പണം പിരിച്ച് അഴിമതി നടത്തി കുമ്പ ഉറപ്പിച്ച് നടക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ വെള്ളം വരാൻ തുടങ്ങിയപ്പോ, പല മേഖലയിലും ജലം എത്താൻ തുടങ്ങിയപ്പോ, ഹൗസ് കണക്ഷനിൽ വെള്ളം വരാൻ തുടങ്ങിയപ്പോ അവർ ക്യൂ നിൽക്കുകയായിരുന്നു ജലനിധിയുടെ ഓഫീസിൽ പോയിട്ട്. അതിനെതിരെ സമരം നടത്തിയവരാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാര്. കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ ഓഫീസിന് മുന്നിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ LDF-ന്റെ 2 ദിവസത്തെ പരിപാടിയായിരുന്നു. ഒന്ന് നടുവട്ടം വില്ലേജിന്റെ പരിപാടി, ഒന്ന് കുറ്റിപ്പുറം വില്ലേജിന്റെ പരിപാടി. അതിലവർ പറഞ്ഞെന്താ, ഈ പദ്ധതി നടക്കൂലെന്ന്. ഇന്ന് അവര് വരിക്ക് നിന്നിട്ട് പണം അടച്ചിട്ട് തികയായിട്ട് രജിസ്റ്റർ ചെയ്ത് നിൽക്കുക. നമ്മുടെ MLA ആബിദ് ഹുസൈൻ തങ്ങൾ, നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് സെയ്ദ് ലുക്മാൻ തങ്ങൾ, ഇവരൊക്കെ ഇടപെട്ട് പല കാര്യങ്ങളും സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കി ഇന്ന് അവർ ഇനിയും കണക്ഷൻ കിട്ടുന്ന അവിടെ രജിസ്റ്റർ ചെയ്തിക്കുക. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന പദ്ധതി മാത്രമേ ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇടതുപക്ഷത്തിന് അവസരം കിട്ടിയപ്പോഴൊക്കെ അവിടെ മുഖം തിരിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വികസന രാഷ്ട്രീയം, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ ഒരുമ, നമ്മുടെ ഐക്യം, ഇതാണ് നമ്മുടെ വിജയത്തിൽ എത്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മേഖലയിൽ, നമ്മുടെ ഊരോത്തുപള്ളിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന GCG കമ്മിറ്റിയും, അതുപോലെ തന്നെ വാർഡ് തലത്തിൽ നമുക്കറിയാം, ശാഖാതലത്തിൽ പല ഉത്തരവാദിത്തങ്ങളും കമ്മിറ്റികൾക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്ന റംസാൻ മാസത്തിലുള്ള റിലീഫ് പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഊരോത്തുപള്ളിയിൽ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA-യുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് ഇന്നലെ ചന്ദ്രിക പത്രത്തിൽ വന്നു. ഊരോത്തുപള്ളിയിൽ അങ്ങാടിയിൽ ഹൈമാസ് ലൈറ്റിന്റെ മിനി ഹൈമാസ് ലൈറ്റ് ഇന്നലെ ചന്ദ്രികയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഉടനെ തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. മാത്രമല്ല, പാർട്ടി വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച 1-2 റോഡുകളും പദ്ധതികളൊക്കെ നമ്മൾ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ടൈം ഓവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സമയമില്ല, പ്രസംഗിക്കാൻ ഒരുപാടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്കിലും ജില്ലയിലും നമ്മൾ ഈ വാർഡിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ വാർഡിൽ നമ്മൾ പിറകെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഈ വലിയ ഒരു കൂട്ടായ്മയിലൂടെ നമുക്കത് കവർ ചെയ്യാൻ പറ്റൂല. അത് കവർ ചെയ്യുന്ന ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ച്, ഊരോത്തുപള്ളിയിൽ വാർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ച് അകന്നുനിന്ന പ്രവർത്തകരെ, അകന്നുന്ന കുടുംബങ്ങളെ നമ്മൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖം തിരിഞ്ഞിരിക്കുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സമീപിച്ച് പല കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ മാറ്റിയെടുക്കണം. പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കണം. തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയമാണ് എല്ലാ ഘട്ടത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ പഠിച്ചവരാണ്. മൊയ്തീൻ മാഷ് നേതൃത്വം കൊടുത്ത വാർഡായിരുന്നത്. അതുപോലെ തന്നെ ഉറുവിൽ മുഹമ്മദ് സാഹിബ് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായിരുന്നു. ഊരോത്തുപള്ളിയിൽ നമ്മളെ ഏറ്റവും വലിയ കുടുംബം ഉറുവിൽ കുഞ്ഞാവ് സാഹിബിനെ പോലത്തെ ആളുകൾ. അപ്പൊ നമ്മളെ മൺമറിഞ്ഞ നേതാക്കന്മാരൊക്കെ ഇവിടുന്ന് പാർട്ടിയുടെ പ്രസിഡന്റായിരുന്ന മേഖലയാണ്, ബോർഡ് പ്രസിഡന്റായിരുന്ന മേഖലയാണ്. അതുകൊണ്ട് സംഘടിതമായി വളരെ യോജിച്ച് നല്ലൊരു മുന്നേറ്റം നടത്താൻ ഈ വാർഡിലെ, ഈ മേഖലയിലെ
കമ്മിറ്റിക്കും പ്രവർത്തകർക്കും കഴിയട്ടെ. ഈ സംരംഭത്തിനും ഈ പരിപാടിക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രദേശത്ത് ഒരു യുവ എഴുത്തുകാരൻ ഈയിടെയായി നമുക്ക്